ಕನಸಲ್ಲಿ ಮುದ್ದಾಡಿ ಕಚ್ಚ ಕುಳಿತಾಳಲ್ಲಾರೆ Your mind. I am yours. വെൽക്കം ടു ചങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കിറിക് പാർട്ടി മൂവിയിലെ അടുത്ത ഒരു സോങ് ആണ്. ആ ഒരു സീൻ നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം സോങ്ങിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കറക്റ്റ് പ്ലേസിംഗ് തന്നെയാണ് അവിടെ. ആ ഒരു എനിക്ക് തോന്നുന്നത് എന്താ ഇനി മൊമെന്റ്സ് കാണിക്കാൻ പോകുന്നത്, when they'll be in love, ആ മൊമെന്റ് ഒക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതിപ്പോ എന്തായാലും ഈ സോങ്ങിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സോങ്ങിന്റെ പേര് നമുക്കറിയാം, ബെലഗിദ്ദു യാരോ മുഖമ, ആ ഒരു സംഭവമാണ്. അപ്പൊ സോങ്ങിലോട്ട് നേരെ പോവാം. എല്ലാവരുടെ എക്സ്പ്രഷൻ കണ്ടോ? നൈസ് ലൊക്കേഷൻ കേട്ടോ. ಬೆಳಗೆದ್ದು ಯಾರ ಮುಖವ ನಾನು ನೋಡಿದೆ, ಅಂದಾನೋ ಅದೃಷ್ಟನೋ ಮುಂದೆ ಕುಂತಿದೆ. ನಿನ್ನ ಕಂಡ ಕನಸು ಬ್ಲಾಕ್ ಅಂಡ್ ವೈಟ್ ಎಂದು ಬಣ್ಣವಾಗಿದೆ. ನಿನ್ನ ಮೇಲೆ ಕವನ ಈಗ ತಾನೇ ಮೂಡಿದೆ. ಅರರರರೆ ಅಲ್ಲೆಲ್ಲೆಲ್ಲೆ ಅಯ್ಯಯ್ಯಯ್ಯೋ ಕಚ್ಚಗುಳಿತಾಳಲ್ಲಾರೆ ಇನ್ನೊಬ್ಬ ಕನಸಲ್ಲಿ ಬಳಿ ಬಂದು ಮುದ್ದಾಡಿ ಕಚ್ಚಗುಳಿತಾಳಲ್ಲಾರೆ. ಇದೇನಾ ನಿಮ್ಮ ಮನೆ? ಹೌದು. ಏನ್ ಹುಡುಕ್ತಿದ್ಯಾ? ನಿಮ್ಮ ರೂಮು? ಅಲ್ಲಿ ಬಾಲ್ಕನಿ ಕಾಣಿಸ್ತಿದ್ಯಲ್ಲ, ಅದೇ ನನ್ನ ರೂಮು. ಹಾಗಾದ್ರೆ ಬಾಲ್ಕನಿಗೆ ಆವಾಗ ಬರ್ತಾ ಇರ್ತೀರಲ್ಲ? ബാൽക്കണിക്ക് വരുന്നുണ്ട്. ശരിക്കും സോങ് മാത്രല്ല, സീനുണ്ട് ബിറ്റ്വീൻ. ശരിക്കും സിനിമയിൽ എല്ലാ സ്കൂട്ടറും രസല്ലേ, ക്ലാസിക്. ಹಲೋ, ಏನ್ ಬೇಕು? ಇವರು ಸಾನ್ವಿ ಜೋಸೆಫ್ ನಂಬರ್ ಹಾಗೆ ಒಂದು ಸಿಗ್ನೇಚರ್ ಹಾಕಿ ಸರ್. ಇಲ್ಲ ಕೊರಿಯರ್ ಸಾನ್ವಿ ಜೋಸೆಫ್. ಪ್ರೀತಿಯಲ್ಲಿ ಹೊಸ ದಾರಿ ಕಟ್ಟುವ ಖಯಾಲಿ, ಅಡ್ಡಾದಿಡ್ಡಿ ಹೋಗೋದು ಮಾಮೂಲಿ. ಸನ್ನೆಯಲ್ಲೇ ಹಾಡೊಂದು ಹಾಡುವ ವಿಧಾನ, ಕಾದು ಕೇಳೋ ಪ್ರೀತಿನೇ ಮಜಾನ. Your mind. I am yours. ನಿನ್ನ ಸುತ್ತ ಸುಳಿಯೋ ಆಸೆಗೀಗ ಆಯಸ್ ಹೆಚ್ಚಿ ಹೋಗಿದೆ. ನಿನ್ನ ಜೊತೆ ಕಳೆಯೋ ಎಲ್ಲ ಕ್ಷಣವು ಕಲ್ಪನೆಗೂ ಮೀರಿದೆ. ಅರರರರೆ ಅಲ್ಲೆಲ್ಲೆಲ್ಲೆ ಅಯ್ಯಯ್ಯಯ್ಯೋ ಕಿಚ್ಚುಗುಳಿತಾಳಲ್ಲಾರೆ. ಹಾಯ್ ಸಾನ್ವಿ, ಏನ್ ಇಷ್ಟೊತ್ತಿಗೆ? ಓ, ನಿದ್ದೆ ಬರ್ತಿಲ್ವಾ? ಅಯ್ಯೋ, ನನ್ಗೂ ಬರ್ತಿಲ್ಲ. ಹೊಟ್ಟೆ ಊರಿತಾಳಲ್ಲ. ಹಾ ಸಾನ್ವಿ, ರೋಜನ್ ಹೆಲ್ಪ್ ಬೇಕು. ಮನೆ ಹತ್ರ ಬರಕಾಗುತ್ತಾ? ಯಾಕೇನಾಯ್ತು? ಎಕ್ಸ್ಪ್ಲೇನ್ ಮಾಡಕ್ಕೆಲ್ಲ ಟೈಮ್ ಇಲ್ಲ. ಬರಕಾಗುತ್ತಾ ಇಲ್ವಾ ಹೇಳು? ರೋಗಿ ಬಾಯಿಸಿದ್ದು ನರ್ಸ್ ಕೊಡ್ಸಿದ್ದು ಎರಡು ಒಂದೇ ಆಯ್ತು. ಅರ್ಧ ಗಂಟೆ ಇರ್ತೀವಿ. ಓಕೆ ಓಕೆ ಓಕೆ. ഇത് സോങ് ആൻഡ് സീനാണ്. സോങ് പറയാൻ പറ്റില്ല നമുക്ക്. അല്ലേ, ശരിക്കും ഒരു സീനിന്റെ എഫക്ട് തന്നെ ഉണ്ട്. ಎಲ್ಲಿಗೆ ಹೋಗ್ತಿದ್ದೀವಿ? ಸೋನು, 10 ನಿಮಿಷ ಬರ್ತಿದೀವಿ. ಬೇಗ
ಬೆಳಗೆದ್ದು ಯಾರ ಮುಖವ ನಾನು ನೋಡಿದೆ ಅಂದಾನೋ ಅದೃಷ್ಟನೋ ಮುಂದೆ ಕುಂತಿದೆ ആദ്യം സ്പെക്സ് ನಿನ್ನ വെച്ചില്ല ಕಂಡ ಕನಸು ಬ್ಲಾಕ್ ಅಂಡ್ ವೈಟ್ ಇಂದು ಬಣ್ಣವಾಗಿದೆ ನಿನ್ನ ಮೇಲೆ ಕವನ ಬರೆಯೋ ಕವನ ಈಗ ತಾನೇ ಮೂಡಿದೆ ಅರರರರೆ ಅಲ್ಲೆಲ್ಲೆಲ್ಲೆ ಅಯ್ಯಯ್ಯಯ್ಯೋ ಕೆಚ್ಚಗುಳಿತಾಳಲ್ಲ ಬಳಿ ಬಂದು ಮುಟ್ಟಾಡಿ ಕಚ್ಚಗುಳಿತಾಳಲ್ಲಾರೆ ಕಾರಣ ಏನ್ ಮಾಡ್ತಿದ್ಯಾ? ഇനിയുണ്ടോ സോങ്? ആ ഇല്ല 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 ആ ഒരു സംഭവം അല്ലേ? ഒരു സോങ് അല്ല ഇത്, ശരിക്കും സോങ് വിത്ത് സീൻ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറെ സീൻസും സോങ് മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു മിസ്സിംഗ് വലിയ തന്നെയായിരിക്കും. mistake ആ. കാരണം നമ്മൾ കഴിഞ്ഞ കാലത്തും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും സീൻ ചെയ്തതിന്റെ കൂടെ സോങ് ചെയ്തത്. പക്ഷെ നമ്മൾ സോങ് ആയിട്ട് വേറെ തന്നെ ഇടേണ്ട കാര്യം അതാണ്. കാരണം എല്ലാത്തിലും എന്തൊക്കെയോ ഉണ്ട് അല്ലെ, മിസ് ചെയ്യാൻ പറ്റില്ല ഒന്നും. ആ ഒരു സംഭവം ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ച് ആ ഒരു എന്താ പറയാ, ശരിക്കും ഒരു ബിൽഡ് ചെയ്യണം. എന്താണ്, അതായത് സാൻവിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾക്കൊരു അധികം വലിയ പിടി തരുന്നില്ല അല്ലെ. സാൻവിയുടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പാസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇവിടെ എന്താണ് ഇനി കാണിക്കാൻ പോകുന്നുള്ള സംഭവം അറിയില്ല. പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആള് ഭയങ്കര സീരിയസ് മോഡിലാണ്. അതെ, ആള് കുറച്ച് സീരിയസ് ആണെന്ന് സോനു എന്തൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അവിടെ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ മറ്റേ കർണ ക്യാരക്ടർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ വേൾഡ്, അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. അതായത് ഫുൾ ബ്ലഷിങ്, ഫുൾ അതായത് രാത്രി വിളിക്കുന്നു പോകുന്നു എല്ലാ സംഭവങ്ങളും. ഫ്രണ്ട്സ് ആണെങ്കിൽ ഫുൾ ഇറിറ്റേറ്റ് ആയിട്ടിരിക്കുകയാണ്, ഫുൾ ടൈം ഫോണ് സംസാരിക്കുന്നത് കണ്ടിട്ട്. ആൻഡ് ആ ഒരു ബ്ലഷിംഗിൽ ഫുൾ ചിരി. അതുപോലെ തന്നെ ആ ഒരു ഷോട്ടിൽ അവസാന സോങ്ങിന്റെ അവസാനത്തോട്ടില്ലേ രശ്മികിനെ അതുപോലെ കാണിച്ചു അതേ ഭംഗിയിൽ, ഭയങ്കര ഭംഗിയിൽ. ആ ഒരു രശ്മി, സൂര്യരശ്മി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഭംഗിയിലാണ് ശരിക്കും കാണിച്ചത് കേട്ടോ. അതായത് പ്രത്യേകിച്ച് ആ ഒരു സിറ്റുവേഷൻ അല്ല പുള്ളിക്കാരത്തിയുള്ള, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ഹിസ് പോയിന്റ് ഓഫ് വ്യൂ. ആ ഒരു ചിന്തിക്കുന്ന രീതി അങ്ങനെയാണ്. അതായത് രണ്ടുപേരുടെ ഒരേപോലത്തെ എക്സ്പ്രഷൻ കാണിക്കാൻ നോക്കി അവിടെ. ആ ഒരു ഫുൾ ചിരിയോട് കൂടിയുള്ള സംഭവമില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പൊളിയാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് എന്താ സംഭവം എന്നുള്ളത് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും അടുത്ത സീനിൽ കാണാം.